ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാനും സ്വത്തുകൾ കൈവശം ആക്കാനും വേണ്ടിയിട്ട് പല പല ചതിയിലൂടെ പല പല കാര്യങ്ങൾ ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇത് നമുക്ക് ജ്യോതിഷത്തിലൂടെ എങ്ങനെ വിശകലനം ചെയ്യാം? ജ്യോതിഷത്തിലൂടെ മാത്രമല്ല ഇതിനെ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം കാലചക്രം എന്ന് പറയുന്നതായ ഒരു സംഭവം നമ്മളുടെ എല്ലാവരുടെയും ശിരസിന് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മേടം രാശിയാണ് അതിന് നമ്മൾ ആധികാരികമായി കാലചക്രത്തിനെടുക്കുന്നത്. മേടം രാശി തന്നെയാണ് നമ്മുടെ രാശിചക്രത്തിലെ 360 ഡിഗ്രി ഉള്ളതായ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായും വരുന്നത്. ഈ രാശിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേന്ദ്ര ത്രികോണ ബന്ധത്തിലുള്ളതായ 3 ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ കാലചക്രം ചിന്തിക്കുന്നത്. അതായത് മേടം രാശിയുടെ മൂലക്ഷേത്ര ബലവാനായിരിക്കുന്ന ചൊവ്വ, ത്രികോണ രാശിയായ ചിങ്ങത്തിന്റെ അധിപൻ ഉച്ചത്തിൽ വരുന്നത് മേടൻ രാശിയിലാണ്. അപ്പോൾ സൂര്യന്റെ ഉച്ചരാശി, ചൊവ്വയുടെ മൂലക്ഷേത്ര ബലവാനായ രാശി, അതുപോലെ തന്നെ കർമാധിപനായിരിക്കുന്ന ശനിയുടെ നീചരാശിയും കൂടി മേടൻ രാശിയിലാണ് വരുന്നത്. അപ്പോൾ കേന്ദ്ര ത്രികോണ ബന്ധമുള്ളതായിരിക്കുന്ന 3 രാശിയുടെ അധിപന്മാരുടെ ഒരു സങ്കേത സ്ഥാനം കൂടിയാണ് മേടം. കാലചക്രം തിരിഞ്ഞു പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തെക്കേ ദിക്കിനാണ് പ്രാധാന്യം വരുന്നത്. തെക്കേ ദിക്കിന്റെ അധിപനായിട്ട് വരുന്നത് യമ ധർമ്മരാജാവാണ്. അതായത് നമ്മള് ഇപ്പൊ സാധാരണ നമ്മൾ വിഷ്ണു ഭഗവാൻ, മഹാദേവൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ യമദേവനെ നമ്മൾ എപ്പോഴും പറയുന്നത് യമ ധർമ്മരാജാവെന്നാണ്. അതായത് ധർമ്മത്തിന്റെ അധിപതിയാണ് യമദേവൻ. ആ യമദേവന്റെ കാലചക്രം, അതായത് അതിന്റെ കാലചക്രം തിരിക്കുന്നതിന്റെ പ്രധാന വ്യക്തിയായിട്ട് യമദേവനാണ് വരുന്നത്. അപ്പോൾ ഇന്ന് സാമൂഹികമായിരിക്കുന്ന ഒരു ട്രെൻഡ്, അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് വിൽപത്രം തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അച്ഛൻ, അമ്മ, അതിലാരെങ്കിലും, അച്ഛൻ മരിച്ചുപോയ അമ്മയിലേക്കായിരിക്കും സ്വത്ത് വരുന്നത്. ആ വിൽപത്രം തന്റെ മക്കൾക്കെല്ലാം തുല്യമായിട്ട്, ഇപ്പൊ സഹോദരങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതും, ഇപ്പൊ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകും. പക്ഷെ അപ്പോൾ ഒരു ചിന്തയുണ്ട്, വിൽപത്രം എഴുതിയ ആള് മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല ഈ സ്വത്തൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇവര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവരിൽ നിന്ന് ഇത് എങ്ങനെ കൈക്കലാക്കാം? അപ്പൊ നമ്മൾ പല ചതി മാർഗത്തിലൂടെയും ഇത് നമ്മൾക്ക് കൈക്കലാക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ നമ്മളോട് മക്കളാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ഷൗട്ട് ചെയ്യും. അതായത് അമ്മ, അച്ഛൻ അവരുടെ മുൻപിൽ സ്വത്ത് ചോദിച്ചുകൊണ്ട് പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അങ്ങനെ പല പല കേസുകളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മളുടെ പ്രായമായ അച്ഛനോ അമ്മയോ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മക്കള് സ്വത്ത് ചോദിച്ചുകൊണ്ട് നമ്മളോട് ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളെ ചതിക്കുക. അത് പുറമേ നിന്നുള്ള ആളുകളും ആകാം, സഹോദരങ്ങളും ആകാം, സ്വന്തം മക്കളും ആകാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് കാലചക്രം പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രായമായവരോട് നമ്മൾ സ്വത്ത് കാര്യങ്ങൾ അല്ലെ പല പല കണക്കുകളും നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ മറുപടി ഒന്നും ഉണ്ടാവില്ല. കാരണം അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ഷീണിതരായിട്ടുണ്ടായിരിക്കും. അപ്പോ നമുക്ക് തോന്നും നമ്മളാണ് ജയിക്കുന്നത്. അവസാനം ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ആ വീട് പോലും എല്ലാ മക്കൾക്ക്, ചിലപ്പോൾ അവര് ജീവിച്ചിരിക്കുമ്പോ ഇല്ലെങ്കിൽ ചതിയിലൂടെ അത് കൈക്കലാക്കിയിട്ട് അച്ഛൻ, അമ്മ, ഇത് ചിലപ്പോൾ വൃദ്ധസദനത്തിലേക്കോ എവിടേക്കെങ്കിലും ഒക്കെ വിടാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാമാണ് ജ്യോതിഷപരമായിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും യാതൊരു വ്യക്തിയാണോ ചതിയിലൂടെ ഈ സ്വത്തുവകകൾ കൈക്കലാക്കുന്നത്, അവനെ കാത്തിരിക്കുന്നത് ത്രിശൂലമായിരിക്കും. അതായത് സൂര്യഭഗവാനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് മൂർത്തികളിൽ മഹാദേവനെ, അതായത് ശ്മശാനവാസിയായിരിക്കുന്ന ശിവനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ത്രിശൂലത്തിന്റെ മുനകളിലായിരിക്കും ഈ വ്യക്തി. അതിപ്പം മകനായാലും മരുമകനായാലും സഹോദരങ്ങളായാലും അല്ലെങ്കിൽ അയൽവക്കക്കാരായാലും ആർക്കാണെങ്കിലും
ആ ത്രിശൂലത്തിന്റെ മുനകളായിരിക്കും അവനെ ആശ്രയിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ശനി നീചത്തിലും കൂടി വരുന്ന ഒരു രാശിയാണല്ലോ മേടം. ചൊവ്വയാണെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ളതായത് അത് ഭൂമി പുത്രനായിട്ടാണ് ചൊവ്വയെ കാണുന്നത്. ശനിയാണെങ്കിൽ നല്ല ഭാവത്തിൽ വരുമ്പോൾ യമദേവന്റെ കർമ്മങ്ങളായിരിക്കും ചെയ്യുന്നത്. നീചത്തിലേക്ക് വരിക അല്ലെങ്കിൽ ദുസ്ഥാനങ്ങളിൽ ശനി പോകുന്ന ആളുകൾക്ക് സ്വത്ത് മുതലായ വസ്തുക്കളോട് കൂടുതൽ ആഭിമുഖ്യമുണ്ടാകും. അങ്ങനെ ചതിയിലൂടെ ഇത് എങ്ങനെയെങ്കിലും നേടിയെടുക്കും. അവസാനം എന്തായിരിക്കും? നിന്നാലും ഇരുന്നാലും കിടന്നാലും അനുഭവിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പ്രാരാബ്ധത്തോടുകൂടിയായിരിക്കും അവൻ പിന്നീട് ജീവിക്കുന്നത്. ഇതാണ് കാലചക്രം എന്ന് പറയുന്നത്. ത്രിശൂലമായിരിക്കും ആയുധമായിട്ട് അവന് വരുന്നത്. അത് ഈ വ്യക്തിയുടെ ഏത് സമയത്തായിരിക്കാം അതും ഞാൻ പറഞ്ഞു തരാം. അതായത് ഒന്നുകിൽ ഇപ്പൊ സൂര്യൻ, ചൊവ്വ, ശനി ഈ 3 ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ സംഭവിക്കാം. ഇല്ലെങ്കിൽ ഏത് ദശയിലാണെങ്കിലും ഈ ഗ്രഹം ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതിൽ 3 പേരിൽ ആരുടെയെങ്കിലും അപഹാരങ്ങളിലോ ഛിദ്രങ്ങളിലോ ഇത് അവനെ തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്.